ഹലോ ഫ്രണ്ട്സ്, ഈ വന്നാല് മിക്ക ആൾക്കാരും ഫേസ് ചെയ്യുന്ന ഒന്നാണല്ലോ അകാലനര എന്നുള്ളത്. അകാലനര കാണുമ്പോൾ തന്നെ പലതരത്തിലുള്ള ഹെയർ ഡൈ ഒക്കെ ഉപയോഗിച്ചിട്ട് ശരിയായിട്ടുള്ള റിസൾട്ട് കിട്ടാതെ വിഷമിച്ചിരിക്കുകയായിരിക്കും. പക്ഷേ ഈ ഹെയർ ഡൈ ഒന്ന് പരീക്ഷിച്ച് നോക്കും. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഹെയർ ഡൈ ആണ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് കറി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ഓൾ ഓപ്ഷനോട് എനേബിൾ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത്. ആദ്യത്തെ ടിപ്പ്, ഏത്തപ്പഴമാണ് ചെറുതായിട്ട് ഇതുപോലെ മുറിച്ച് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് നമുക്ക് അപ്പച്ചമ്പി വെച്ച് ആവി കയറ്റാവുന്നതാണ്. അപ്പോൾ നമ്മൾ പഴമൊക്കെ പുഴുകുന്ന സമയത്ത് നമ്മൾ തൊലിയോടുകൂടിയായിരിക്കും പുഴുകുന്നത്. അങ്ങനെ കുറച്ച് സമയം എടുക്കുക. ഇങ്ങനെ പുഴുകുകയാണെങ്കിൽ നമുക്ക് 2 മിനിറ്റ് കൊണ്ട് തന്നെ അത് പുഴുങ്ങി കിട്ടുന്നതായിരിക്കും. നമുക്ക് സമയമൊന്നും ഇല്ലാത്ത സമയത്ത് പെട്ടെന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ രീതി ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ ടിപ്പ്, അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 ടേബിൾ സ്പൂണ് തേയിലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നീട് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൽ പറയുന്ന സാധനങ്ങൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കൂട്ടാവുന്നതാണ്. പിന്നീട് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ഒരു 10 എണ്ണത്തോളം വരും ഗ്രാമ്പു ആണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടീസ്പൂണ് ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം, ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ. ഇപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് എടുത്തിരിക്കുന്ന ഒരു പഴയ കുക്കറാണ്. നമ്മൾ കുക്കിങ്ങിനൊന്നും ഉപയോഗിക്കാത്തൊരു കുക്കറാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് ഇതുപോലൊരു അലുമിനിയം ഫോയിൽ വെച്ച് കൊടുക്കാം. പാത്രം കേടാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അലുമിനിയം ഫോയിൽ ഇതുപോലെ നന്നായിട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഒരു ലെയർ അലുമിനിയം ഫോയിലൂടെ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ ഒരു ലെയർ അലുമിനിയം ഫോയിൽ മാത്രമേ വെച്ച് കൊടുത്തിട്ടുള്ളൂ. പിന്നീട് അതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന തേയിലയും പഞ്ചസാരയുടെ ആ കൂട്ട് അതിലോട്ട് വിതറിയിട്ട് കൊടുക്കാം. 1 സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ അതിനുള്ളിലോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ചുറ്റിനുമായിരിക്കണം ഇട്ട് കൊടുക്കുന്നത്. നടുക്ക് വരാത്ത രീതിയിൽ വേണം ഇതുപോലെ ഇട്ട് കൊടുക്കാൻ. നടുഭാഗം ഒഴിച്ച് ചുറ്റിനും നമ്മളുടെ ആ കൂട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ മൺചട്ടിയിലും ചെയ്യാവുന്നതാണ്. അതിലോട്ട് വീണ് കിടപ്പുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ച് സൈഡിലോട്ടാക്കി കൊടുക്കാവുന്നതാണ്. പിന്നീട് അതിൻ്റെ നടുഭാഗത്തായിട്ട് ഒരു ചിരട്ടയുടെ കഷ്ണമാണ് വെച്ച് കൊടുക്കുന്നത്. ചിരട്ട കഷ്ണമോ അല്ലെങ്കിൽ ചെറിയ കല്ലോ എന്തെങ്കിലും വെക്കാവുന്നതാണ്. അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ അതിനകത്തൊരു പാത്രം വെക്കുന്നുണ്ട്. ആ പാത്രം ഒന്ന് പൊക്കി വെക്കാനായിട്ടാണ് അത് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ വെച്ച് കൊടുക്കുന്ന സമയത്ത് ആ പാത്രത്തിൽ അധികം കരിയൊന്നും പിടിക്കത്തില്ല. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇവിടെ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. ആ ചിരട്ടയുടെ മുകളിലോട്ട് ഒരു ചെറിയൊരു കുഴി പാത്രം വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു ചീൻചട്ടിയിൽ വെള്ളം എടുത്തിട്ട് ആ കുക്കറൊന്ന് അടച്ച് വരുത്തക്ക രീതിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഗ്യാസ് ഓണാക്കിയിട്ടുണ്ട്. ചീൻചട്ടിയിൽ നല്ല തണുത്ത വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ അതിന് മുകളിൽ കുറച്ച് വെയിറ്റ് വരത്തക്ക രീതിയിൽ ഒരു ഇടികല്ലൂടെ വെക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വെക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ ആ കുക്കറും ആ ചീൻചട്ടി തമ്മിൽ ഒട്ടുമേ ഗ്യാപ്പൊന്നും ഉണ്ടാകരുത്. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഐസ് കട്ടയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ ചീൻചട്ടിയിലിരിക്കുന്ന വെള്ളം ചൂടാകുന്ന ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതെപ്പോഴും തണുത്ത് തന്നെ ഇരിക്കണം. പിന്നെ നമ്മൾ ഗ്യാസ് ഓണാണ്. അന്നേരം ചൂട് കാരണം ഉള്ളിലെ പഞ്ചസാരയൊക്കെ അരിഞ്ഞ് മുകളിലോട്ട് ചൂട് വരുമല്ലോ. അപ്പോൾ നമ്മുടെ ആ ചീൻചട്ടിയിൽ അടിച്ചിട്ട് അപ്പോൾ തണുത്ത വെള്ളമാണ് ചീൻചട്ടിയിൽ ഉള്ളിലിരിക്കുന്നത്. അപ്പോൾ അതിൽ അടിച്ചിട്ട് ആ ചൂട് അടിച്ച് അതിലോട്ട് നീരാവി വെള്ളം, മൈലാഞ്ചി വെള്ളം കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ചീൻചട്ടിയിൽ തണുത്ത വെള്ളം ഇരുന്നാൽ നമുക്ക് കൂടുതൽ മൈലാഞ്ചി വെള്ളം കളക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ആ പാത്രത്തിൽ നമ്മൾ ഉള്ളിൽ വെച്ചിരിക്കുന്ന പാത്രത്തിലോട്ട് വീഴുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്. അതേപോലെ ചീൻചട്ടിയുടെ ഷേപ്പിലുള്ള പാത്രം നമുക്ക് വെക്കാവുന്നതാണ്. ഇങ്ങനെ കുഴി പോലെ ഡോം കണക്കെയുള്ള പാത്രം വേണം വെക്കാനായിട്ട്. അതും എന്തിനാന്ന് വെച്ചാൽ ആവി വെള്ളം ആ കറക്റ്റ് ആ പാത്രത്തിനുള്ളിൽ തന്നെ വീഴുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള പാത്രം വെക്കുന്നത്. അതേപോലെ നമുക്ക് ചീൻചട്ടിയുടെ ഷേപ്പിലുള്ള, അതായത് ഡോം പോലെ ഇരിക്കുന്ന അതുപോലുള്ള പാത്രം നമുക്ക് ഇതുപോലെ ചീൻചട്ടിക്ക് വരെ വെച്ച് കൊടുക്കാവുന്നതാണ്. പരന്ന പാത്രമൊന്നും വെച്ച് കൊടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആവി വെള്ളം നമ്മൾ ഉള്ളിൽ വെച്ചിരിക്കുന്ന പാത്രത്തിൽ കളക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെ ഉള്ള ചീൻചട്ടിയുടെ ഷേപ്പിലുള്ള പാത്രം വെക്കുകയാണെങ്കിൽ അത് ഉരുണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ആ കളക്ട് ചെയ്യുന്ന അതിൽ തട്ടിയിട്ട് ചൂട് അതിൽ തട്ടിയിട്ട് ആവി വെള്ളം ഉണ്ടാവില്ല, മൈലാഞ്ചി വെള്ളം, അത് നമ്മൾ ഉള്ളി വെച്ചേക്കുന്ന ആ പാത്രത്തിൽ തന്നെ കറക്റ്റ് വീഴുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഷേപ്പിലുള്ള ചീൻചട്ടി ഷേപ്പിലുള്ള ഡോം കടക്കയുള്ള പാത്രം നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്.
വെള്ളം ചൂടാകുന്നതനുസരിച്ച് ആ വെള്ളം മാറ്റിക്കൊണ്ടേയിരുന്നു. അതുപോലെ ഐസൊക്കെ അതിനകത്ത് ആ വെള്ളത്തിൽ ഇട്ടുകൊണ്ടേയിരുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ഏറെ മൈലാഞ്ചി വെള്ളം കളക്ട് ചെയ്യാൻ പറ്റുന്നത്. 3-4 പ്രാവശ്യം ഐസ് കട്ടയൊക്കെ ഇട്ടുകൊണ്ടിരുന്നു. അതുപോലെ വെള്ളമൊക്കെ മാറ്റിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ഏകദേശം കുറച്ച് സമയമായി. ഇനി അതൊന്ന് മാറ്റി നോക്കുന്നുണ്ട്. ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ആ ചീഞ്ചട്ടി എടുത്ത് മാറ്റുന്നുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് തന്നെ നമുക്ക് മൈലാഞ്ചി വെള്ളം കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് കളക്ട് ചെയ്ത ആ മൈലാഞ്ചി വെള്ളം നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെ ആ മൈലാഞ്ചി നമുക്ക് കയ്യെ പെട്ടുന്ന രീതിയിൽ സെറ്റാക്കി എടുക്കുന്നത് നോക്കാം. നമ്മൾ കളക്ട് ചെയ്ത മൈലാഞ്ചി വെള്ളം കുറച്ച് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലോട്ട് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കട്ട കെട്ടാതെ നന്നായിട്ട് തന്നെ ഒരു സ്പൂൺ ഉപയോഗിച്ച് മിക്സാക്കി എടുക്കുന്നുണ്ട്. നമുക്ക് വേണ്ടിയനുസരിച്ച് നമ്മുടെ ആ മൈലാഞ്ചി വെള്ളം കളക്ട് ചെയ്തത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഈർക്കിൽ ഉപയോഗിച്ചിട്ട് കയ്യിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കയ്യിലോട്ട് ഇട്ട് കൊടുത്തപ്പോൾ കുറച്ച് വെള്ളം പോലെ തോന്നി. അപ്പം കുറച്ചുകൂടെ മൈദയാണ് ഇട്ട് കൊടുത്ത് മിക്സ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. ഒട്ടും ഒലിച്ചിറങ്ങാത്ത രീതിയിൽ കട്ടിക്ക് വേണം നമുക്ക് മിക്സാക്കി എടുക്കേണ്ടത്. അപ്പോൾ ആവശ്യമുള്ള മൈദപ്പൊടിയുടെ ഇട്ട് കൊടുത്ത് മിക്സാക്കി എടുക്കുന്നുണ്ട്. നമ്മൾ ആ കളക്ട് ചെയ്ത വെള്ളം ഇത്രയും ബാക്കിയുണ്ട്, അത് മാറ്റി വെക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ ആ മിക്സ് ചെയ്തെടുത്തത് കയ്യിലോട്ട് ഒരു ഈർക്കിൽ ഉപയോഗിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൈ വെള്ളയിലും നഖത്തിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ മൈലാഞ്ചി കയ്യിൽ ഇത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് കുറച്ച് കട്ടിക്ക് വേണം ഇത് ഇട്ട് കൊടുക്കാൻ. അങ്ങനെ ആയാലേ നമുക്ക് നല്ലൊരു കളറൊക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാൻ എടുത്തത് അത്രയും കട്ടിയായിട്ട് വന്നില്ല. അത് കയ്യിലിട്ട് കൊടുത്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ കഴുകി കളഞ്ഞിട്ട് നോക്കുന്നുണ്ട്. അപ്പം അധികം കളറൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഇത് നമ്മൾ ഇട്ട് കൊടുത്ത് നമ്മൾ വാഷ് ചെയ്യുമല്ലോ, വാഷ് ചെയ്ത് ഉടനെ നമുക്ക് ആ കളറൊന്നും തോന്നിക്കത്തില്ല. കയ്യിൽ ഇത് ഇരുന്നിട്ട് കുറേ കഴിയുമ്പോഴാണ് നല്ലൊരു കളറ് വരുന്നത്. അതേപോലെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് രണ്ടാമതും ഇതിൻ്റെ നമ്മളിട്ടതിൻ്റെ പുറത്ത് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ രണ്ടാമതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ആ മൈലാഞ്ചി വെള്ളത്തോടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് കുറച്ച് കട്ടിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. രണ്ടാമത് ഇട്ട് കൊടുത്തതാണേലും ഒരു 10 മിനിറ്റൊക്കെ കയ്യെ വെച്ചുള്ളൂ. അത് കഴിഞ്ഞിട്ട് കൈ വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോഴും ആ കളറ് കുറച്ചുകൂടെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ കുറേ കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ കയ്യിൽ നല്ല കളർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാനും മറന്നു പോകരുത്. യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. അടുത്ത മൂന്നാമത്തത് അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. ആ പാനിലോട്ട് 2 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് ഗ്യാസിലോട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗ്യാസ് ഓണാണ്. എന്നിട്ട് ഇത് നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് തന്നെ റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇടയ്ക്ക് കണ്ടിന്യൂസ് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. കാരണം ഒട്ടും ഇത് കരിയാനൊന്നും പാടില്ല. മീഡിയം ഫ്ലെയിമിന് താഴെയാണ് തീ വെച്ചിരിക്കുന്നത്. നന്നായിട്ട് തന്നെ റോസ്റ്റ് ചെയ്യണം. അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരും. റോസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു സ്മെല്ലൊക്കെ വരും. നന്നായിട്ട് മൈദ പൊടി നന്നായിട്ട് ചൂടാവും. അങ്ങനെ ആണ് നമുക്ക് കിട്ടേണ്ടത്. ഇപ്പോൾ ഇത് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇത് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ മൈദ എടുത്ത കപ്പിന് 1 കപ്പാണ്. 1 കപ്പ് തികച്ച് എടുത്തിട്ടില്ല, പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമുക്ക് പഞ്ചസാര പൊടിച്ചതാണേലും ഇതിനകത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പൊടിച്ച പഞ്ചസാരയ്ക്കും കുറച്ചുകൂടെ ബെറ്റർ. എന്നിട്ട് നന്നായിട്ട് ഇത് കണ്ടിന്യൂസ് ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. തീയൊന്നും കൂട്ടി വെക്കരുത്. തീ കൂട്ടി വെച്ചാൽ ഇത് പെട്ടെന്ന് വാങ്ങിപ്പോവും. ഇത് കണ്ടിന്യൂസ് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഒട്ടുമേ തീയൊന്നും കൂട്ടിയൊന്നും വെക്കരുത്. പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് 1 കപ്പ് പാൽപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ആ മൈദ എടുത്ത കപ്പ് അളവിന് അനുസരിച്ചാണ് പാൽപ്പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് നട്ട്സൊക്കെ ക്രഷ് ചെയ്തിട്ട് അതും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാവുന്നതാണ് ഈ സമയത്ത്. പിന്നെ നമുക്ക് മൈദയ്ക്ക് പകരം ആൽമണ്ടിൻ്റെ ഫ്ലോർ ആണെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം ബട്ടർ എടുത്തിട്ടുണ്ട്. 100 ഗ്രാം ബട്ടറായിരുന്നു. അത് 2 പ്രാവശ്യമായിട്ടാണ് ഇട്ട് കൊടുത്ത് മിക്സാക്കി എടുത്തിരിക്കുന്നത്. ഇനി ബട്ടർ വേണമെങ്കിൽ മെൽറ്റാക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് ഇതേപോലെ തന്നെ മിക്സാക്കി എടുക്കാവുന്നതാണ്. ആദ്യം ഇട്ട് കൊടുത്ത ബട്ടർ നന്നായിട്ട് അതുമായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. നോക്കുമ്പോൾ അത് പൊടി പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് കുഴഞ്ഞ് ഒന്ന് വരണം. അതുകൊണ്ടാണ് പിന്നെ ബാക്കി ആ ബട്ടർ കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നത്. ഇപ്പോഴും ഇവിടെ ഉണ്ടാക്കുന്ന ഇതേ രീതിയിൽ തന്നെ നമ്മുടെ ഒരു ട്രഡീഷണലായിട്ടുള്ള ഒരു സ്നാക്ക് നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അതേതാണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഒരു ക്ലൂ തരാം. നമ്മളത് റവ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതെന്താണെന്ന് കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുതേ.
രണ്ടാമത്തെ സെറ്റ് ബട്ടർ കൂടി ഇട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഗ്യാസൊക്കെ സിമ്മയിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു സേവനാഴി എടുത്തിട്ടുണ്ട്, അതിലോട്ട് അച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ മൈദയുടെ കൂട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 3-4 സ്പൂണ് മൈദയുടെ കൂട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അച്ചിൻ്റെ ഇത് തിരിക്കുന്ന പാവോട് എടുത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്താണ് എടുക്കുന്നത്. ഇപ്പം എൻ്റെ ഈ സേവനാഴിയാണെങ്കിൽ അടിഭാഗം ഊരുന്ന ടൈപ്പ് അല്ല, അങ്ങനെയുള്ളതാണെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ഇതിപ്പോൾ ഞാൻ അച്ചിൻ്റെ ആ ഭാഗത്തിരിക്കുന്ന ഭാഗം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ടൈറ്റായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് 1-2 മിനിറ്റ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് വീണ്ടും അത് ലൂസാക്കിയിട്ട് തിരിച്ച് നമ്മുടെ നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്ത ആ മൈദ ഒന്ന് വെളിയിലോട്ടെടുക്കണം. അപ്പോൾ നമ്മൾ പുട്ട് എങ്ങനെയാണോ പുഷ് ചെയ്തെടുക്കുന്നത് അതേ രീതിയിൽ തന്നെ ഒന്ന് പുഷ് ചെയ്ത് ഒന്ന് എടുക്കുന്നുണ്ട്. അടിഭാഗം ഊരുന്ന സേവനാഴിയാണ്, നമുക്ക് ആ അടിഭാഗം ഒന്ന് ഊരി കൊടുത്താൽ മതി. ഇതുപോലെ നമുക്ക് എടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ തിരിച്ച് ഊരി എടുക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ ഒരെണ്ണം ഉണ്ടാക്കിയെടുത്തു. അതുപോലെ തന്നെ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ചൂടോടുകൂടി തന്നെ ഇത് സെറ്റ് ചെയ്തെടുക്കണം. തണുത്ത് പോയാൽ ഇത് സെറ്റ് ചെയ്ത് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ഗ്യാസ് സിമ്മയിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ചെറിയൊരു ചൂട് അതിനുണ്ടാവുകയും ചെയ്യും. ഇങ്ങനെ ഓരോന്ന് ഇതുപോലെ 3-4 സ്പൂണ് കോരി ഒഴിച്ച് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇതിൻ്റെ പേരാണ് പോൾവെറോൺ. ഈ റെസിപ്പി എങ്ങനെയാണെന്ന് കിട്ടിയെന്ന് വെച്ചാൽ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടുണ്ട്, അവർ ഫിലിപ്പൈനാണ്. അപ്പോൾ അവർ നാട്ടിൽ പോയിട്ട് വരുന്ന സമയത്ത് കൊണ്ടുവരുന്ന അങ്ങനെ കണ്ടിട്ടുള്ള പരിചയം വെച്ച് പിന്നെ നെറ്റിൽ സെർച്ച് ചെയ്ത് കിട്ടിയതാണ് ഈ റെസിപ്പി. അവർ നാട്ടിൽ പോയിട്ട് വരുമ്പോൾ മിക്കവാറും കൊണ്ടുവരുന്ന ഒരു ഐറ്റമാണ് ഇത്. അങ്ങനെ സെർച്ച് ചെയ്ത് കിട്ടിയതാണ്. അങ്ങനെയാണ് ഈ റെസിപ്പിയൊക്കെ എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ബട്ടർ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് വേണേൽ ഒറിയോ ബിസ്ക്കറ്റാണ് പൊടിച്ചിട്ട് അതും ഇതിനകത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇത്രയും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേണേൽ ചോക്ലേറ്റിൽ കോട്ട് ചെയ്തെടുക്കുകയും ചെയ്യാവുന്നതാണ്. നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറന്നു പോകരുത് കേട്ടോ. ചൂടോട് നമ്മൾ തൊടുന്ന സമയത്ത് അത് പെട്ടെന്ന് പൊടിഞ്ഞു പോകും. തണുത്ത് വരുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് സെറ്റായി കിട്ടുന്നതായിരിക്കും. അടുത്തൊരു കോട്ടൺ എടുത്തിട്ടുണ്ട്, അതിലോട്ട് കുറച്ച് കാപ്പുപൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതൊന്ന് ചുരുട്ടി എടുത്തിട്ട് പിന്നെ ഒരു മൺചീര എടുത്തിട്ടുണ്ട്, അതിൽ കുറച്ച് കടുകെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമ്മുടെ ആ കോട്ടൺ ബോൾ അതിലോട്ട് വെച്ച് കൊടുത്തിട്ട് വീണ്ടും കടുകെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മൺചീര അതിന് ചുറ്റും ഒരേ ഹൈറ്റിലുള്ള പാത്രം ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അത് കോട്ടൺ ഒന്ന് കത്തിച്ച് കൊടുക്കുന്നുണ്ട് ഒരു മെഴുകുതിരി ഉപയോഗിച്ച്. എന്നിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ഒരു പാത്രം കമത്തി വെക്കാവുന്നതാണ്. അന്നേരം ആ കോട്ടൺ കത്തുമ്പോഴുള്ള കരി ആ പാത്രത്തിലോട്ട് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കമത്തി വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കുന്ന ഇൻസ്റ്റൻ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഹെയർ ഡൈ ആണ് ഉണ്ടാക്കുന്നത്. ഇപ്പം താനെ ആ കോട്ടൺ കത്തി തീർന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് ആ പാത്രം ഒന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ ആ കരിയെല്ലാം ഇതിൽ കളക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ രീതിയിലാണ് കൺമഷിയൊക്കെ പണ്ട് കാലത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ആ കളക്ട് ചെയ്ത കരി ശകലം എടുത്ത് കയ്യിലും തൂത്ത് കാണിക്കുന്നുണ്ട്. ഈ രീതി തന്നെ നമുക്ക് നരച്ച മുടിയിൽ തൂത്ത് കൊടുക്കാവുന്നതാണ്. നരച്ച മുടിയിൽ തൂത്ത് കൊടുക്കുന്നതാണ് നന്നായിട്ട് തന്നെ അതിൽ പറ്റി പിടിച്ചിരിക്കും. ഇതിലൊരു എണ്ണമയം ഉണ്ട്, നമ്മൾ കടുകെണ്ണയാണ് ചേർത്ത് കൊടുത്തത്. ആ എണ്ണമയം ഉള്ളതുകൊണ്ട് തന്നെ ആ നരച്ച മുടിയുള്ള ഭാഗത്ത് മാത്രം തൂത്ത് കൊടുത്താൽ മതി. അതിൽ നന്നായിട്ട് പിടിച്ചിരിക്കുകയും ചെയ്യും. ഒട്ടുമേ ഒലിച്ചൊന്നും ഇറങ്ങത്തില്ല. ഇപ്പോൾ ഞാൻ കയ്യിൽ തൂത്ത് കാണിക്കുന്നുണ്ട് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട്. അതിൽ നിന്നും ഒട്ടുമേ ഒലിച്ച് ആ ടിഷ്യൂ പേപ്പറിൽ പിടിക്കുന്നൊന്നുമില്ല. ഈ രീതിയിൽ തന്നെ നമുക്ക് മുടിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ മുടി നനഞ്ഞാലൊന്നും ഒലിച്ചൊന്നും ഇറങ്ങത്തില്ല. നമ്മൾ ഇത് സോപ്പിട്ട് കഴിയാൻ മാത്രമേ ഇത് പോവുള്ളൂ. ഇൻസ്റ്റൻ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഹെയർ ഡേ ആണ്. നമുക്കിത് വേണമെങ്കിൽ അലോവേര ജെല്ലിൽ മിക്സ് ആക്കിയിട്ടാണെങ്കിലും മുടിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ മുടിയിൽ ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് അതിൽ മിക്സ് ആക്കിയിട്ട് നമുക്ക് മുടിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നരയൊക്കെ ചെറിയ രീതിയിൽ കണ്ടു തുടങ്ങിയവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഇൻസ്റ്റൻ്റായിട്ടുള്ള ഹെയർ ഡേ ആണ്. അപ്പോൾ ഇന്നത്തെ ടിപ്സൊക്കെ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ഓപ്ഷനോട് തന്നെ വിളിച്ച് നോക്കുക. ഇനി വേറെ വീഡിയോ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.